വാ, അടിപൊളി ഒരു പായസം. ഈ പായസമാണ് പരിപ്പ് പ്രഥമൻ. തേങ്ങാപ്പാൽ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു അടിപൊളി പായസം, പരിപ്പ് പ്രഥമൻ പായസം. കണ്ട അണ്ടിപ്പരിപ്പെല്ലാം കാണാൻ കാണാൻ അടിപൊളിയാണ്, കഴിക്കാനും അടിപൊളിയാണ്. പരിപ്പ് പ്രഥമൻ. ഇതിനു വേണ്ടി ഞാൻ എടുത്തത് 1 കപ്പ് പരിപ്പാണ്. പ്രഥമൻ ഉണ്ടാക്കുന്ന പരിപ്പ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 1 മണിക്കൂർ 2 മണിക്കൂറോ പുറത്ത് വെക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിനായി ഒരു വലിയ ശർക്കര എടുത്തു. അത് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി അലിയിച്ചെടുത്തു, ഉരുക്കിച്ചു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവുരുവും. ശർക്കരപ്പാനി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ശർക്കരപ്പാനി ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടു പോയി, പിന്നെ റെഡിയായി വന്നു. ഇപ്പോൾ നല്ല പതയൊക്കെ വന്ന് ശർക്കരപ്പാനി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ശർക്കരപ്പാനി റെഡിയായി. അതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിലെ കരടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. കരടൊന്നും ഉണ്ടായില്ല, കുറച്ചുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു പാനിൽ ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ, 3 തേങ്ങാപ്പാൽ എന്ന് പറയും. തേങ്ങ അരച്ചിട്ട് പാലാക്കിയിട്ട് അതിൻ്റെ ലാസ്റ്റത്തെ 3 എടുത്ത പാലാണത്. അതിലേക്ക് നമുക്ക് പരിപ്പ് ആഡ് ചെയ്ത് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. പരിപ്പ് 3 പാലിലാണ് പരിപ്പ് വേവിപ്പിച്ചെടുത്തത്. ആ സമയം അത് പരിപ്പ് വേകുന്ന സമയത്ത് നമുക്ക് ഒരു പാത്രത്തിൽ നെയ്യോ വെളിച്ചെണ്ണ ഒഴിച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. ഞാൻ കശുവണ്ടി എടുത്തു, പിന്നെ കറുത്ത മുന്തിരിയും മഞ്ഞ മുന്തിരിയും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പരിപ്പ് കുറേ വെന്ത് വന്നിട്ടുണ്ടെന്നു. അതിലേക്ക് നമുക്ക് 2 തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2 പാൽ ഒഴിച്ച് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ശർക്കരപ്പാനി വടിയെടുക്കാം. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ, എത്രയൊക്കെ വേണോ അത്ര കണക്കിന് അതിന് കണക്കായിട്ട് നമുക്ക് ശർക്കരപ്പാനി എടുക്കേണ്ടി വരും. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. ഞാനിപ്പോൾ 1-2 പേർക്ക് ഉണ്ടാക്കേണ്ട പായസം ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിന് ഞാൻ കണക്കായിട്ടാണ് ശർക്കരപ്പാനി എടുത്തത്. കുറച്ചേ ഉള്ളൂ, കറക്റ്റ് മധുരമായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. 1 തേങ്ങാപ്പാൽ. അതും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ 1 പാലും ആഡ് ചെയ്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ നന്നായി മിക്സായി വരും. ഒന്ന് തിളച്ച് വന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തെടുക്കാം. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ ഈ പായസം നല്ലൊരു രുചി കിട്ടും. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം നെയ്യ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പരിപ്പ് പ്രഥമൻ റെഡിയായി. നല്ല ടേസ്റ്റായിരുന്നു. പരിപ്പ് പ്രഥമൻ്റെ അതേ ടേസ്റ്റ് കിട്ടി. ഞാൻ ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുമായിരുന്നു. തേങ്ങാപ്പാലുണ്ടാക്കിയ പരിപ്പ് ഒക്കെ അടിപൊളിയല്ലേ, കാണാൻ തന്നെ അടിപൊളിയാണ്. തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഏലക്കായ ഇട്ടിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഏലക്കായുടെ ടേസ്റ്റ് അടിപൊളിയാണ് ഇതിൽ. അപ്പോൾ നമ്മുടെ പരിപ്പ് പ്രഥമൻ റെഡിയായി. അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് കുറച്ച് കുറുകിയ പരിപ്പ് പ്രഥമനാണ്. അത് അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ പ്രൊഫൈലൊന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് വൈറലാക്കുക. നല്ല കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, പരിപ്പ് പ്രഥമൻ അണ്ടിപ്പരിപ്പിലും പൊന്തി നിൽക്കുന്നുണ്ട്. അടിപൊളിയാണ് കുടിക്കാൻ. ഒരു ഗ്ലാസ് പ്രഥമൻ മതിയാകും. താങ്ക് യു.